എടാ നീ അങ്ങനെ പറയാ ഞാൻ ആത്മഹത്യ എന്ന് പറഞ്ഞ ആത്മഹത്യ അല്ലെങ്കിൽ വേണ്ട ഈ മാവിന് ഞാൻ കെട്ടി തൂങ്ങിച്ചാവും. എടാ നീ മാവയ്ക്കറ നിന്റെ മുട്ടിനെ ചെറുതടിച്ചാൻ മുട്ടിക്കുന്നു. ഉറപ്പാണോ? എടാ അളിയാ നീ പറയണം ഈ മാവിന് ഞാൻ കെട്ടി തൂങ്ങി ചത്തു കഴിഞ്ഞാൽ നീ എല്ലാരോടും പറയണം അരി മരച്ച മാവാണെന്ന്. അതിപ്പോ ഞാൻ പറഞ്ഞില്ലായിരുന്നു, നാട്ടുകാർക്കെല്ലാം അറിയാം. എന്ത് അരി അരച്ച മാവാന്ന്? അരി അരച്ച മാവാണെന്നാണോ പറഞ്ഞേ? നീ ആര് വന്നാലും പറയണം ഇത് അരി മരിച്ചു കിടന്ന മാവാണെന്ന് പറയണം. എടാ ഈ പാലിക്കല്ലത്തിന്റെ മെണ്ടയ്ക്കാൻ അറിയാം, എന്റെ മണ്ടയ്ക്കാനും ഞാൻ എന്തായാലും ഇതിനകത്ത് ചാടിച്ചാവും. ഇല്ല ഞാനൊരു കാര്യം പറയാം. ഇയാൾക്ക് എന്തെങ്കിലും കാണിക്കണം ഇയാളുടെ വീട്ടിലെ കിണറ്റിൽ പോയി കാണിക്കണം, അല്ലാതെ എന്റെ കിണറ്റിലല്ല കാണിക്കേണ്ടത്. അറിയാം എന്തുവാടാ സിന്ധു പറയുന്ന കേട്ടോടാ? നിന്റെ മുമ്പിൽ വെച്ചാണ് സിന്ധു ഇതൊക്കെ പറയുന്നത്, നീ കേട്ടാ? ഇങ്ങോട്ട് ഇറങ്ങണം. ഒരിക്കലും നശിക്കാത്ത ഒരു കാര്യമുണ്ട്, അത് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിനക്ക് എന്താണെന്ന് അറിയാമോ? അത് എനിക്കറിയാം. എന്തുവാ? പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിനുള്ള സൗഹൃദം. ഇങ്ങോട്ട് ഇറങ്ങണം. ഹരി ഇയാൾ ഇറങ്ങുന്നുണ്ടോ ഇങ്ങോട്ട്? ഇല്ലില്ല. ഞാൻ മരിക്കും. മരിക്കരുത്. ഇല്ല. മരിക്കുന്നത് വേറെ വലുതാക്കണം. മരിക്കരുത്. ഇല്ല. അഥവാ നിനക്ക് ഇപ്പൊ ആ പെണ്ണിനെ വേണം, അത്രയല്ലേ ഉള്ളൂ. ആ പെണ്ണിനെ കിട്ടാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. എന്താണ് പറ? ഇറങ്ങി വാ, ഞാൻ പറഞ്ഞുതരാം. സൂത്രം കൈയിരിക്കട്ടെ, ഞാൻ മരിക്കാതിരിക്കാനുള്ള സൂത്രമല്ലേ? ഒരു സൂത്രത്തിൽ നീങ്ങി ഇറങ്ങി വാ, ഞാൻ പറഞ്ഞു തരാന്ന്. ഉറപ്പ്. ശരി, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. ഒരു കാലക്കേടാന്ന് പറയും. ഈ കാല ഒരുപ്പൊക്കെ പിടിക്കാൻ വന്ന് കയറിയത് 9 മണി സമയം. എന്റെ കൂട്ടുകാരനല്ലേടാ? അവിടെ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞില്ലേ? എന്നതാ ഐഡിയ പറ? നീ ചോദിച്ചോർന്ന പറഞ്ഞ ഇവിടെ ഐഡിയ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന. എടാ ഞാനൊന്ന് ആലോചിക്കട്ടെ, നിന്നിട്ട് രാവിലെ പറഞ്ഞു തരാന്ന്. നടക്കത്തില്ല. ചുമ്മാ ചുമ്മാ സമാനപ്പെടാ. അവൾ ഐഡിയ പറഞ്ഞു പറഞ്ഞു. എടാ ഒരു പെണ്ണിന് വേണ്ടി എന്തിനാണ് ഇങ്ങനെ ചാവാൻ പോണത്? എടാ ചാവേണ്ട കാര്യമില്ല. അതെ, ഇത് നീ ചാവും പോലെ അഭിനയിച്ച പോരെ അല്ലേ അണ്ണാ? അതെ, അത്ര ഐഡിയ അല്ലേ അത്? എങ്ങനെ? എടാ അതായത് ആ പെൺകുച്ച് നിന്നെ തേച്ചല്ലോ, നിന്റെ ഈ വിഷമുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, ആ വിഷക്കുപ്പി എടുത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് മൊബൈലിൽ ഷൂട്ട് ചെയ്യണം. നീ എന്നെ തേച്ചോണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു വാട്സാപ്പിൽ അയച്ചു പറഞ്ഞ അപ്പൊ അവിടെ നിന്റെ പുറകെ വരും. അത് കൊള്ളട്ടെ. അത്രേ ഉള്ളൂ. അതെ, അന്നൊന്ന് ഷൂട്ട് ചെയ്താടാ. അമ്മ എന്റെ വെള്ളം കൂടി മുടിക്കാൻ ഈ കോപ്പിനെ ഹായ് ബാമ, ഇത് വീര്യം കൂടിയ ഒരു വിഷമാണ്. നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഈ വിഷം കഴിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും. നീ ഇത് ആത്മഹത്യ ഭീഷണിയാണ് അതാ ഈ വിഷത്തിന്റെ പരസ്യം പറയണം? വല്ല ടെലിബ്രാൻ ഷോയിൽ അങ്ങനെ പോയിടാ കോപ്പ. അന്ന് നീ ഒന്ന് പഠിപ്പിച്ചാടാ, എനിക്ക് അറിയാത്തോണ്ടല്ലേ. ദൈവം, നീ ഇത് പിടിയടാ. എന്തെല്ലാം നാശമാന്ന് പറയണേ. കറക്റ്റാ ഷൂട്ട് ചെയ്തോ കേട്ടോ. ആ തത്ത കൂട്ടിന്ന് ഇറങ്ങിയാൻ നോക്കടി. നിനക്ക് എന്തിനാ നീ മര്യാദയില്ലടാ? പവാന ഇവന് ബുദ്ധിയോ കൊടുത്തില്ല, മര്യാദയ്ക്ക് കരയാനുള്ള ഒരു കഴിവെങ്കിലും ദൈവം തമ്മിൽ കരഞ്ഞല്ല. നീ മര്യാദയില്ല. നീ ഇപ്പൊ മൊബൈൽ കടിച്ച് തിന്നുവോ? നീ എന്റെ ഉദ്ദേശം എന്തോ നിന്റെ? ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് പറഞ്ഞാൽ മതിയെന്ന്. ഞാൻ നീ എന്തുവാടാ നീ കാണിക്കുന്നത്? നീ പറയുമ്പോ നിന്റെ കൂടെ ചുണ്ടനക്കിയതല്ലേ? എടാ ഞാൻ ഡയലോഗ് പറയുമ്പോ കൂടെ ചുണ്ടടക്കാൻ നീ ആരാടാ? KS പ്രസാദ് ചേട്ടനോ? നീ എന്താ ഉദ്ദേശത്തിലാണ്? നിനക്കിതൊന്നും പറയുന്നിട്ടുള്ള പണിയല്ല. ഞാൻ മരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും, ഉറപ്പാ. ചുമ്മാ ആവശ്യമില്ല തീരുമാനം മരിക്കുമെന്നാ പറയുന്നത്. പറഞ്ഞല്ലേ മരിക്കല്ലെന്ന്. നീ ഒരു കാര്യം മനസ്സിലാക്ക്. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ എത്ര കാലമായിട്ട് ജീവിക്കുന്നു? എടാ ഒരു പെണ്ണ് പോണേ പോട്ടെന്ന് വെക്കണം, അതാണ് ആണുങ്ങൾ ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ. മനസ്സിലായി? എടാ കടുക്കനിട്ടവള് പോയാൽ കമ്മലിട്ടവള് വരും. മനസ്സിലായ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ജീവിക്കുന്നത്, എടാ നമുക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിലുപരി നമ്മളെ ഇഷ്ടപ്പെടുന്ന പെണ്ണെയാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ടത്. അവരെ വേണം ജീവിതത്തിൽ കൊണ്ട്, എന്നാലും നമ്മുടെ ജീവിതം രക്ഷപ്പെടത്തുള്ളൂ. ഇപ്പൊ നോക്കുന്നത് അവക്ക് എന്നെ ഇഷ്ടവാ, എനിക്ക് അവളെ ഇഷ്ടവാ. 4 വർഷമാ കല്യാണം കഴിച്ചിട്ട്, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ ഇതുവരെ. മനസ്സിനാണെങ്കിൽ ജോഡി അങ്ങനെ വേണം ജീവിക്കാൻ. മനസ്സിലായ? ഇന്നേ വരെ ഒരു കള്ള അവിടത്തെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്നേ വരെ അവളെ ഒരു കള്ള എന്തൊക്കെ പറഞ്ഞിട്ടില്ല. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ട് മറച്ചു വെച്ചിട്ടില്ല. നിനക്കറിയാമോ ഞങ്ങൾ പലപ്പോഴും ടൂറിന് പോകും. ഞങ്ങൾ അവിടെ ഈ കഴിഞ്ഞ മാസം കൂടെ ഞങ്ങൾ ഊട്ടിയിൽ ടൂറിന് പോയി. എന്നിട്ട് അവിടുത്തെ ഒരു മുന്തിയ ഹോട്ടലിൽ, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ 5 ദിവസം റൂം എടുത്ത് അടിച്ച് പൊളിച്ച് തകർത്തിട്ട് ഞങ്ങൾ വന്നത്. ഇല്ലേടി? കഴിഞ്ഞ മാസം പോയി. അയ്യോ, കഴിഞ്ഞ മാസം ഊട്ടിയിൽ എപ്പോ പോയി? മറ്റേ പ്രകാശിന്റെ വണ്ടി ടാക്സി പിടിച്ച് നമ്മൾ 5 സ്റ്റാർ ഹോട്ടൽ എപ്പോഴാ പോയേ? സോറി, ആള് മാറിപ്പോയി. അയ്യോ, അപ്പൊ എന്നെ ആരാ ടൂർ കൊണ്ടുപോയി അവിടെ? അപ്പം നിങ്ങളെ ടൂർ കൊണ്ടുപോയി ആളല്ല, നിങ്ങളേത് പെണ്ണിനെ ടൂർ കൊണ്ടുപോയെന്ന് പറ. അത് വായിന്ന് ചാടിപ്പോയി. അറിയാം, ഒന്നും ചാടിയതല്ല. ചെറുക്കന്റെ പ്രശ്നം തീർക്കാനാ നിൽക്കുന്ന ആവശ്യമില്ല. അവന്റെ പ്രശ്നം ഇങ്ങോട്ടോ. നിങ്ങൾ ഏത് പെണ്ണിനെ കൂടെ ഊട്ടി ടൂർ പോയി അത് എനിക്ക് പറയണം. അമ്മയാണ് സത്യം, ഞാൻ അറിയാതെ വായിന്ന് ചാടി. നിങ്ങളെന്നെ ചതിക്കുക, ഇങ്ങനെ ചതിച്ചോണ്ടിരിക്കുക. അറിയാമോ, ഒരു കഴിഞ്ഞ ആഴ്ച ഞാൻ ഇങ്ങനെ ഷർട്ട് കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ ഷർട്ടിന്റെ പോക്കിൽ 2 സിനിമാ ടിക്കറ്റ് ആയിരിക്കും കിട്ടിയത്. സത്യം പറ ഏത് പെണ്ണിനെ കൂടെ സിനിമയ്ക്ക് പോയത്? ഞാൻ കാര്യം പറ. തമാശ കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാത്തവരെ വിഷയത്തിൽ കയറി ഇടപെടാറുണ്ടാ. സിനിമ ടിക്കറ്റിന്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. അതായത് എന്തോ പറയുന്ന പുല്ലിപ്പ എന്തോ. അതായത് ഞാൻ ഇവനും കൂടെ കാന്താര സിനിമ കാണാൻ പോയി. ആ ടിക്കറ്റാണ് എന്റെ പോയിട്ട് കിടന്നത്.
നമ്മളിപ്പോ പോടാ കാന്താരി മേടിക്കാൻ ചന്തയിൽ പോയപ്പോ കാന്താരി ശരിയാ ഞങ്ങൾ കൂടെ സിനിമയ്ക്ക് പോയത്